സേനയിൽ എന്നെ കേൾക്കുന്നവരോട് പെരിന്തൽമണ്ണയിൽ വിസ്ഡം എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയോ മറ്റോ അടങ്ങുന്ന ഒരു ചടങ്ങിൽ അതിൻ്റെ മൈക്ക് ഉപയോഗം 10 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് സമയം കൂടി നീണ്ടപ്പോൾ അത് അവസാനിപ്പിക്കാനെത്തിയ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അയാൾ കാണിച്ച ചേഷ്ടയും സാമൂഹ്യ മാധ്യമങ്ങളിലാകെ ചർച്ച നടക്കുന്നുണ്ട്. മറ്റു പല കാര്യങ്ങൾക്കുമില്ലാത്ത നിയന്ത്രണം ഇവിടെ കൊണ്ടുവന്നുവെന്നും DJ പാർട്ടിക്കും വേടൻ്റെ പാട്ടിനും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഇളവുകൾ തങ്ങൾക്ക് കിട്ടിയില്ല എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അത്തരം താരതമ്യങ്ങൾക്കപ്പുറത്ത് യഥാർത്ഥത്തിൽ ഈ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിക്കാൻ ബാധ്യതയുണ്ട് എന്നുള്ളതിനോട് കൂടി തന്നെ അത് അനുസരിപ്പിക്കാൻ ശ്രമിക്കുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥർക്കെങ്കിലും ഉണ്ടാകേണ്ട ഔചിത്യത്തിൻ്റെ കുറവ് കൂടിയാണ് ഈ പ്രവൃത്തിയിലൂടെ കാണുന്നത് എന്ന് മാത്രമല്ല, അയാൾ ഏതോ ക്യാമറയ്ക്ക് മുന്നിലേക്ക് നോക്കി പല്ലളിച്ച് കാട്ടുന്നത് അത് ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരെയോ അല്ലെങ്കിൽ ക്യാമറയ്ക്കെതിരെയോ ഒന്നുമല്ല. ആ ഇട്ടിരിക്കുന്ന യൂണിഫോമിൽ സത്യസന്ധമായി ജോലി ചെയ്യുന്ന പോലീസ് സേനയുടെ മുഖത്തേക്കും അതുപോലെ തന്നെ ഇത് വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ഒരുപാട് മനുഷ്യരുടെ ആ വ്യക്തിത്വത്തിന് നേരെയാണ് പല്ലിളിച്ചത് എന്ന് കാണാനാണ് എനിക്കിഷ്ടം. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. രാജ്യത്ത് ഒരുപാട് നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ചിലത് അസംബ്ലി നിർമ്മിച്ചത്, പാർലമെൻറ്റ് നിർമ്മിച്ചത്, കോടതികളുടെ നിർദ്ദേശപ്രകാരം ഉണ്ടായത് ഒക്കെയുണ്ട്. അത് പാലിക്കപ്പെടേണ്ടതാണ്, തർക്കമൊന്നുമില്ല. അത് പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിയമപാലകരുടെ ജോലിയുമാണ്, അതിലും തർക്കമില്ല. പക്ഷേ ഇതിനൊക്കെയും അത് നിർവഹിക്കുന്ന രീതിക്ക് അതിൻ്റേതായ ചില അതിർവരമ്പുകൾ, ഔചിത്യം ഇതൊക്കെ മനുഷ്യർ കാണിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന് യാത്രയിൽ ലൈസൻസ് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്, നിർബന്ധമാണ്. പക്ഷേ അതീവ ഗുരുതരമായ തൻ്റെ പിതാവിനെയോ മകനെയോ കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ കൈ കാണിക്കുമ്പോൾ അതിലേക്ക് എത്തി നോക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഒരു പരിശോധനാ ഉദ്യോഗസ്ഥൻ ഒരു പിതാവോ കുഞ്ഞോ കടന്ന് പിടയ്ക്കുന്നത് കണ്ടാൽ അവിടെ ലൈസൻസ് പരിശോധിക്കലല്ല, അല്ലെങ്കിൽ ആ നിയമലംഘനം നോക്കലല്ല, അതിനെ പെട്ടെന്ന് പറഞ്ഞു വിടലാണ് ഔചിത്യം. ഇത്തരം ചില ഔചിത്യങ്ങൾ നമ്മൾ സേനയിലും ഇടപെടുമ്പോഴുമൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇത് സർക്കാരിൻ്റെ ഏത് നയങ്ങൾ നടപ്പിലാക്കുന്ന ഉദ്യോഗസ്ഥനും ബാധകമാണ് താനും. ഇന്നലെ പെരിന്തൽമണ്ണയിൽ നടന്നത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ധാരാളം പേർ പ്രതികരിക്കുന്നത് കൊണ്ട് കൂടിയാണ് ഞാൻ പറയുന്നത്. പെരിന്തൽമണ്ണയിൽ നടന്നത് വിസ്ഡം എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ഓർഗനൈസേഷൻ കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സംഗതികളും മറ്റുമൊക്കെയായി ഒരു വലിയ മഹാ ക്യാമ്പോ മഹാസമ്മേളനമോ നടത്തുന്നു. അതിനകത്ത് മൈക്കിൻ്റെ പെർമിഷൻ 10 മണി വരെയാണ്. ആ 10 മണി കഴിഞ്ഞപ്പോൾ അത് അണപ്പിക്കാനായി അവരെത്തുകയാണ്. ഇത് 10 മണി കഴിഞ്ഞ് ചിലപ്പോൾ ദീർഘമായി നീണ്ടുപോയാൽ ആരെങ്കിലും അതൊക്കെ റെക്കോർഡ് ചെയ്തെടുത്ത് നാളെ കോടതിയിലൊക്കെ കൊടുക്കുന്നതിൻ്റെ ഗൗരവമൊക്കെ അതിലുണ്ട്. എങ്കിൽ പോലും അവിടെ എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥർ അതിൻ്റെ സംഘാടകരുമായി സംസാരിച്ച് അതൊന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് 4-5 മിനിറ്റ് സമയം കൊടുത്ത് അത് അവസാനിപ്പിക്കുന്നതിന് പകരം അവിടെ അനാവശ്യമായ ഒരു പേശിബലവും ഒരു ഏറ്റുമുട്ടലും ഉണ്ടാക്കുന്ന ശീലം അത് സേനയുടെ ഒരു പൊതുവിലുള്ള കാഴ്ചപ്പാടാണ് എന്നുള്ള അഭിപ്രായം എനിക്കില്ല. അത് ചില വ്യക്തിപരമായ ചിലരുടെ ചില പ്രത്യേക കാഴ്ചപ്പാടുകളും ഔചിത്യമില്ലായ്മയും തിരിച്ചറിവില്ലായ്മയും വേറെന്തെങ്കിലുമൊക്കെയുള്ള മുൻവിധികളുമാണ്. അങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ അവരെ മുഴുവൻ മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്നതിലൊന്നും അർത്ഥമില്ല. അതിനെ വല്ലാതെ സാമുദായികമായി കാണുന്നതിലും അർത്ഥമില്ല. എല്ലാ സമുദായത്തിനകത്തും അല്ലാത്തടത്തുമൊക്കെ ഇതുപോലെയുള്ള വ്യത്യസ്തമായ മാനസിക രോഗാവസ്ഥ ബാധിച്ച പലരുമുണ്ട്. ഒരാൾ ക്യാമറയോ മറ്റോ പിടിക്കുമ്പോൾ അതിലേക്ക് നോക്കി ഇങ്ങനെ പല്ലളിച്ച് കാണിക്കുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ച എന്ന് പറയുന്നത് സത്യത്തിൽ അദ്ദേഹം കോഷ്ടി കാണിക്കുന്നത് ആ ക്യാമറയെയോ അത് പിടിക്കുന്ന മനുഷ്യനെയോ ഒന്നുമല്ല. യൂണിഫോമിൽ അങ്ങനെ കാണിക്കുമ്പോൾ ആ യൂണിഫോമിനെയും ഒരു വലിയ സേനയെയും ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ സംവിധാനത്തെയും ഒക്കെയാണ് അദ്ദേഹം അപമാനിക്കുന്നത്. ഏതായാലും ഈ ദൃശ്യങ്ങളും പല പ്രമുഖരുടെയും പ്രതികരണങ്ങളും വെച്ചാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ ഔചിത്യപൂർണമായ ഇടപെടലാണ് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ അദ്ദേഹം അവിടെ അടയ്ക്കാൻ ചെന്നു, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടായി, ഏറ്റുമുട്ടലോ എന്തെങ്കിലും ഉണ്ടായാൽ, വലിയൊരാൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഉണ്ടായാൽ അത് പിന്നെ എന്തൊക്കെയായി മാറും എന്ന് തിരിച്ചറിയാനുള്ള ഒരു ഔചിത്യം ഇരു കക്ഷികൾക്കും ഉണ്ടാക്കേണ്ടതുണ്ട്. അതിൻ്റെ പരിസരത്ത് നിന്ന് തന്നെ വേണം ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനും. അതിനപ്പുറത്തേക്ക്
മറ്റു പലതിലേക്കും വലിച്ചിഴയ്ക്കുന്നത് ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ നല്ലതല്ല എന്ന് മാത്രം പറയുന്നു.